നിങ്ങൾക്ക് സ്വന്തമായി മക്കളില്ല എങ്കിൽ നിങ്ങൾ ഉമ്മ വയ്ക്കാൻ പോകരുത്. ഉമ്മ വയ്ക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കൂ. ദിയാകൃഷ്ണ, നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? സിനിമാ നടൻ, പൊളിറ്റീഷ്യൻ, അങ്ങനെയൊക്കെ ഒരുപാട് മേഖലയിൽ അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന, ഇപ്പോൾ യൂട്യൂബറും കൂടെയാണ് ഈ കൃഷ്ണകുമാർ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകളായിട്ടുള്ള ദിയാകൃഷ്ണ എല്ലാവർക്കും അറിയാം. ഓസി ഒരു ഇൻഫ്ലുവൻസറാണ്, കൂടാതെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാൻ പാടുകയില്ല, പക്ഷെ വലിയ ഒരു ബിസിനസ്സുകാരിയൊക്കെയാണ്. അപ്പോൾ ദിയാകൃഷ്ണയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ആ പോസ്റ്റ് ഞാൻ വായിച്ചു. ആ പോസ്റ്റിൻ്റെ ഒരുപാട് ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ദിയ അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഒരുപാട് വളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് ആ പോയിന്റിലേക്ക് എത്തുന്നത്. അതായത് ദിയയുടെ എഴുത്ത് ശരിയല്ല, പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യം അത് ഏതാണ്ടൊക്കെ കുറച്ച് ശരിയാടും. കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. ദിയ പോയ വഴി, വീണ്ടും ഞാൻ പറയുന്നു, ദിയ അത് പറയാൻ പോയ ആ ഒരു റൂട്ടുണ്ട്, ആ റൂട്ട് ശരിയല്ല. ആ കൊച്ചു എഴുതി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇത്ര അഹങ്കാരം പിടിച്ചൊരു പെണ്ണ് കേരളത്തിൽ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു പോകും. കാരണം ആ റൈറ്റിങ് ശരിയല്ല. ഒരുപാട് ആളുകൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ദിയയുടെ ആ ഒരു എഴുത്ത്. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ തലമുണ്ട്, ദിയ പറഞ്ഞിരിക്കുന്നതിൻ്റെ വേറൊരു തലം. അതിനകത്തോട്ട് നമ്മളൊന്ന് കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതും ഇവിടെ സംസാരിക്കും. അതിന് മുമ്പ് ഇച്ചിരി അഹങ്കാരത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ദിയ എഴുതിയിരിക്കുന്ന ആ റൈറ്റിംഗ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൊളിയും, ഇല്ലെങ്കിൽ അത് കണ്ടവർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ദിയ സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്നത്: ഡോണ്ട് കിസ് ബേബീസ് ദാറ്റ് യു ഡിഡിൻറ്റ് മേക്ക്. ഡിഡിൻറ്റ് മേക്കോ? ഇതെന്താ, ചപ്പാത്തിയോ ബ്രെഡോ അപ്പവും വല്ലോ ആണോ ദിയാകൃഷ്ണ? ഡോണ്ട് കിസ് ബേബീസ് ദാറ്റ് യു ഡിഡിൻറ്റ് മേക്ക് എന്ന് നിങ്ങൾ ഉണ്ടാക്കിയതല്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉമ്മ വെക്കരുതെന്ന്. ഈ ഉണ്ടാക്കിയത് എന്നൊക്കെ ദിയക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു? അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നതിനെ നീ ഇത്ര നിസാരവൽക്കരിച്ച്, ഉണ്ടാക്കിയ കൊച്ചിനെ ഉണ്ടാക്കിയവർ ഉമ്മ കൊടുത്താൽ മതി, ആ രീതിയിലുള്ള ഒരു പറച്ചിൽ ദിയ അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും തോന്നുന്നത്. അതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ബാക്കി, മേക്ക് യുവർ ഓൺ ആൻഡ് kiss them. This should be strictly followed by all parents, and people who aren't related to the baby don't touch the baby without the parents' consent. Just stay the F away. എഫിൻ്റെ അറിയാലോ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ദിയ ഇത് ഇത്രയും ഒക്കെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് എഴുതാൻ കാരണം എനിക്ക് തോന്നുന്നു ദിയയുടെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും, ഉമ്മ വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. സോ ദിയ, ഓക്കെ, നിങ്ങൾ പറയുന്നത് ഒരു തലത്തിൽ, ഞാനതാ പറയുന്നത്, വേറൊരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് ഇത് എഴുതായിരുന്നു. മാന്യമായിട്ട് നിങ്ങളിത് പറയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും കാര്യം പിടികിട്ടിയേനെ. അതായത് നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു ശരിയുണ്ട്. അത് വേറൊന്നുമല്ല, ഈ കുട്ടികളെ, പ്രത്യേകിച്ച് അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകളെ, അവരവരുടെ മക്കളുമായിട്ട് എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ വരും, കൈ കൊടുക്കാൻ വരും, ചിലപ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഒന്ന് എടുത്ത് ഉമ്മ വെക്കാൻ വരും. ഞാനും പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്. ആ ചെയ്യുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഒരു പബ്ലിക് ഫിഗറാണ്, സെലിബ്രിറ്റിയാണ്, അപ്പം അവരുടെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ ചെന്നു, കൈ കൊടുക്കുന്നു, കുഞ്ഞിനെ എടുത്ത് ഉമ്മ നോക്കുമ്പോൾ ചിലപ്പോൾ ആ സ്പോട്ടിൽ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ മനസ്സിൽ അത് കാണും, അയ്യോ എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നു, ഉമ്മ വെക്കുന്നു. നമ്മളാ ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പല യാത്രകളൊക്കെ കഴിഞ്ഞ് പല സ്ഥലത്തൊക്കെ പോയി നമ്മളൊന്നും കൈയൊന്നും കഴുകാതെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. മനസ്സിലായോ? അത് ഈ എടുക്കാൻ ചെല്ലുന്നവർക്കൊരു ബോധം ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെല്ലരുത്. ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു സെലിബ്രിറ്റിയുടെ കുഞ്ഞിനെയൊക്കെ, ഇപ്പം പേളിയുടെ കുഞ്ഞിനെയൊക്കെ എല്ലാവരും എടുത്ത് ഉമ്മ വെക്കാറൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള, ഞാൻ അതൊക്കെ കാണുമ്പോൾ ആലോചിക്കും, ദൈവം ഈ പേളിയൊക്കെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം അവർ കെയർ ചെയ്യണം കുട്ടികളെ. ദിയ അവിടെ കെയർ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വേറൊരു ആൾ വന്നങ്ങനെ കുഞ്ഞിനെ എടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. പക്ഷെ ദിയയുടെ ഈ റൈറ്റിങ് അത് വളരെ മോശമാണ്. ദിയ അത് വളരെ മോശമാണ്. അല്ല, ദിയ ഇപ്പോൾ പറയുന്നു ഡോണ്ട് കിസ് ബേബീസ് ദാറ്റ് യു ഡിഡിൻറ്റ് മേക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ദിയയുടെ അച്ഛനും അമ്മയും ഒക്കെ അവർ ദിയയുടെ കുഞ്ഞിനെ എടുക്കുന്നത് തെറ്റാണോ? കാരണം അവരുണ്ടാക്കിയതല്ലല്ലോ. ദിയയുടെ ആ വാക്ക് കടമെടുത്ത് ഞാൻ പറയുന്നു, അവരുണ്ടാക്കിയതല്ലല്ലോ. നീയും നിന്റെ ഭർത്താവും കൂടെ ഉണ്ടാക്കിയതല്ലേ. അപ്പം ആ കുഞ്ഞിനെ ദിയയുടെ അച്ഛനും അമ്മയും എടുക്കുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല.
പിന്നെ ദിയ അത് ക്ലിയർ ചെയ്യുന്നുണ്ട്, ഫാമിലി ലൈക്ക് റിലേറ്റീവ്സോ ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാം. ആൻഡ് പീപ്പിൾ ഹു ആർ ഇൻ റിലേറ്റഡ് ടു ദ ബേബി, ബേബിക്ക് റിലേറ്റ് അറിയാത്ത ബേബിയുടെ കുടുംബവുമായിട്ട് അവരുടെ കുഞ്ഞിൻ്റെ അവരുടെ ആ ഒരു സർക്കിളിലുള്ള ആളുകളല്ലാതെ വേറെ പുറത്തുനിന്ന് ഒരാൾ അങ്ങനെ ചെയ്യരുതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ പക്ഷേ എങ്കിലും ആ തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അതെല്ലാവരെയും ഹിറ്റ് ചെയ്യും. ഒരുപാട് അച്ഛനമ്മമാരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തത്, അവർക്ക് ഉമ്മ വെക്കണ്ടേ, അവർക്ക് ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കണമെന്നൊക്കെ അവർക്ക് തോന്നത്തില്ലേ? ദിയയുടെ കുഞ്ഞിനെ കൊടുക്കണ്ട, പക്ഷെ അവർക്ക് ഒരു അനാഥാലയത്തിൽ പോയി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ, ആ കുഞ്ഞിനെ ഉമ്മ വെക്കാൻ അവർക്ക് അവകാശമില്ലേ? ഉണ്ട്. ദിയ എഴുതിയിരിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യം, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദിയ ആ പറയുന്ന കാര്യത്തിൽ എങ്ങോട്ടാണോ പോയിന്റ് വെച്ചത് അതിൽ കുറച്ച് ശരികളുണ്ട്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ, ആ വീട്ടിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ കൈയൊക്കെ കെയർ ചെയ്ത് ദേഹം ബോഡി എല്ലാം ഒന്ന് നോക്കി, അതായത് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ആ കുഞ്ഞിന് കൊടുക്കാതിരിക്കാൻ എപ്പോഴും അവരൊന്ന് കെയർ ചെയ്യും. പക്ഷെ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ പലയിടത്തും പോയിട്ട് പലർക്കും കൈ കൊടുത്ത് പല സാധനങ്ങളും കഴിച്ച്, മനസ്സിലായോ, നമ്മുടെ കയ്യിലൊക്കെ ജേംസ് കാണും. ആ കുട്ടിക്കൊക്കെ ചെന്ന് നമ്മുടെ നെറ്റിയിലും കണ്ണിലും ഒക്കെ ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാം. സോ അങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ദിയ ഒരു കാര്യം എഴുതി ജനങ്ങളെ അറിയിക്കുമ്പോൾ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളതല്ലേ, ഇച്ചിരി മാന്യതയോടുകൂടി എഴുതുക. അല്ലാതെ ഇങ്ങനെ കൊച്ചിനെ ഉണ്ടാക്കിയവർ മാത്രമേ കൊച്ചിനെ ഉമ്മ വെക്കാവുള്ളൂ, അതൊക്കെ വെറും 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 വൃത്തികെട്ട ഒരു രീതിയാണ് ദിയ നിങ്ങളുടെ ആ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു രീതിയിലും നിങ്ങളുടെ ആ എഴുത്തിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇനിയിപ്പോൾ വേറൊരു വ്യക്തിയുടെ വീഡിയോ ഞാൻ കണ്ടു. അതായത് ദിയ ഇട്ട ഈ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ഞാൻ അത് കാണിക്കാം. അത് കൂടാതെ ഒരുപാട് ഡോക്ടർമാർക്ക് ഈ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമ്മളെല്ലാവരും അത് കേട്ടിരിക്കണം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സിലൂടെ കാണുകയാണെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്യുക. വീഡിയോ മൊത്തം കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായവും താഴെ രേഖപ്പെടുത്തണേ. ഇപ്പോൾ ദാ ഒരു ചേച്ചി വന്നിട്ട് ദിയക്കിട്ട് അണ്ണാക്കിൽ കൊടുക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. നിർത്തുന്ന അഹങ്കാരത്തിന്റെ ABCD അറിയാത്ത ദ ഗ്രേറ്റ് എന്റർപ്രണർ, ദ ഗ്രേറ്റ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണനെ കുറിച്ചിട്ടാണ്. ദിയ കൃഷ്ണ ഈ അടുത്ത ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. നിങ്ങൾക്ക് സ്വന്തമായി മക്കളില്ല എങ്കിൽ നിങ്ങൾ ഉമ്മ വയ്ക്കാൻ പോകരുത്, ഉമ്മ വയ്ക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കൂ. ഇത് എല്ലാ അച്ഛനമ്മമാരും എല്ലാ പേരൻസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. നിങ്ങളെ അല്ലാത്ത കുഞ്ഞിനെ നിങ്ങൾ എടുക്കുകയോ ഉമ്മ വെക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലായിടത്തു നിന്നും എല്ലാ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നും സ്റ്റേ എവേ എന്നാണ് മേഡം ദിയ കൃഷ്ണ അരുളി ചെയ്തിരിക്കുന്നത്. ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയൊക്കെ അഹങ്കാരവും ഇത്രയൊക്കെ ധാർഷ്ട്യവും എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തമായ ഒരു കുഞ്ഞുണ്ടായ ആദ്യത്തെ അമ്മയാണോ ദിയ കൃഷ്ണ? അതോ ഭർത്താവ് ഉണ്ടെന്നുള്ള അഹങ്കാരമോ, കുഞ്ഞുണ്ടെന്നുള്ള അഹങ്കാരമോ, വീട്ടുകാരുണ്ട്, പണമുണ്ട്, ബിസിനസ് ഉണ്ട്, ഇതൊക്കെ അഹങ്കരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ തന്നെയാണ്. പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന ടാഗ്ലൈനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രിവിലേജസും ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജുകളും ഉപയോഗിക്കുന്ന ഭാഷകളും വാക്കുകളും ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. അഹങ്കാരം ഒരു പൊടിക്ക് കുറച്ച് വിവരവും കുറച്ച് ബഹുമാനവും ഒരു പൊടിക്ക് കൂട്ടുകയാണെങ്കിൽ ഭാവിയിലേക്ക് അത് ദിയ മേഡത്തിന് തന്നെ ഗുണം ചെയ്യുമെന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ മേഡം, ഈ സ്വന്തമായി മക്കളില്ലാത്തവർ എന്ത് ചെയ്യണം? കുറെ അധികം ആൾക്കാർ സ്വന്തമായി മക്കളില്ലാതെ അല്ലെങ്കിൽ ഒരു അച്ഛനാകാൻ ഒരു അമ്മയാകാൻ കഴിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്, പലവിധ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ താലോലിക്കണം, ഒരു കുഞ്ഞിനെ എടുക്കണം എന്ന് തോന്നുമ്പോൾ കടയിൽ പോയി ഒരു പാവനെ മേടിച്ചുകൊണ്ട് വരണോ, അതോ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബൊമ്മേനെ മേടിച്ചുകൊണ്ട് വന്ന് താലോലിക്കണോ? എനിക്കും ആ ഒരു പോയിന്റിലാണ് ഇത്തിരി ഒരു വിയോജിപ്പ് മെയിനായിട്ട് ദിയയോടുള്ളത്. അതായത് ഈ കുഞ്ഞുങ്ങളില്ലാത്ത അച്ഛനമ്മമാർ അവരെന്ത് ചെയ്യും? ദിയ അതിന് മറുപടി കൊടുക്കണം. എന്ത് ചെയ്യും അവര്? ഒറ്റയടിക്ക് ദിയ അങ്ങ് എഴുതിയിട്ടു സ്വന്തമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഉമ്മ കൊടുക്കാവുള്ളൂ എന്ന്. സോ അപ്പോൾ ആ ഉണ്ടാക്കാൻ പറ്റാത്ത, ദിയയുടെ ഭാഷയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത അച്ഛനമ്മമാർ അവരെന്ത് ചെയ്യും? അവർക്ക് ഉമ്മ കൊടുക്കണ്ടേ ഒരു കുഞ്ഞിനെ? ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പല അനാഥ മന്ദിരത്തിൽ, ആരും ഇല്ലാത്തവർ ഉണ്ടായിരുന്നു, പലരും ഉപേക്ഷിച്ചിട്ട് പോയവർ. അവരെയൊക്കെ എടുത്ത് വളർത്തുമ്പോൾ ഉമ്മ കൊടുത്താൽ എന്താ ദിയ ഇത്ര തെറ്റ്? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരിക്കലും ദിയ ആ പറഞ്ഞതിനോട് യോജിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ ആ റൈറ്റിംഗ് അത് വളരെ മോശമായിട്ടുള്ള ഒരു റൈറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്, കുട്ടികൾ
ഈ സെലിബ്രിറ്റീസിൻ്റെ കുട്ടികളെ കാണുമ്പോൾ നമ്മളായിട്ട് ചെയ്യേണ്ടതാണ്, നമ്മളായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇവരെ കാണുമ്പോൾ അവർക്ക് പോയി കൈ കൊടുക്കുക, കുട്ടികളെ വാരി കയ്യിലെടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. എന്തിൻ്റെ ആവശ്യം? അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യരുത്, അത് നമ്മുടെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുള്ളൂ. അവർ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പേളിമാണി എക്സാമ്പിളാണ്. അവർ കുട്ടികളെ ഒരുപാട് അവരെവിടെയെങ്കിലുമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ പോകുമ്പോൾ കുട്ടികളെ അവർ കൊടുക്കാറുണ്ട്, എല്ലാവരും എടുക്കാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പേളിയൊക്കെ ചിലപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികളെ അതുപോലെ തന്നെ നീറ്റായിട്ട് ക്ലീൻ ആക്കുമായിരിക്കും. എന്തെങ്കിലും ലോഷനൊക്കെ ഉപയോഗിച്ചോ ഡെറ്റോളിലൊക്കെ കുളിപ്പിച്ചോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? എതിർത്ത് പറയാൻ ആളുകളെ അയ്യോ വേണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവരല്ലേ, വേണ്ട എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ മക്കളെ അവർ അതുപോലെ സ്നേഹിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മിണ്ടായിരിക്കുന്ന അച്ഛനമ്മമാർ കാണും. നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. കുട്ടികളാണ്, പൈതങ്ങളാണ്, അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ദിയയുടെ റൈറ്റിങ് ഒട്ടും ന്യായീകരിക്കാൻ പെടാൻ പറ്റാത്ത എഴുത്താണ് എഴുതി വച്ചേക്കുന്നത്. ഒരു ഡോക്ടർ ഈ കുട്ടികളെ ഉമ്മ വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടോണേ. കുഞ്ഞിന്റെ ചുണ്ടിൽ ഉമ്മ വെക്കാവോ? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് കണ്ടത്. ജനറലി നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫേസിലൊക്കെ തന്നെ നമ്മൾ ഈ പുറത്തൊക്കെ പോയി വന്നിട്ട് കുഞ്ഞിന് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഓർഗാനിസംസ് ഡയറക്റ്റ് കുഞ്ഞിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ബിഹേവിയർ നമുക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് കുഞ്ഞിനെ നമ്മൾ ആ ടെൻഡർ ലവിങ് കെയർ ഒക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞിന് നെറ്റിയിലും കവിളിലൊക്കെ ഉമ്മ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് ലിപ്സിലേക്ക് ഉമ്മ വെക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം യങ്ങർ ഏജ് ഗ്രൂപ്പ് ലൈക്ക് അപ് ടു 3 years ഒക്കെ ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ചാൻസ് ആണ് അല്ലെ, എപ്പോഴും ഇൻഫെക്ഷൻസിന്റെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വന്നിട്ട് കുട്ടികളെ ഉമ്മ വെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയനും വൈറസിനെയും ഒക്കെ നമ്മൾ ഡയറക്റ്റ് റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് കൊടുക്കും. കുഞ്ഞിന് പെട്ടെന്ന് അസുഖം വരികയും ചെയ്യും. അപ്പൊ ആ ഒരു ടെൻഡൻസി നമ്മൾ മാറ്റി വെക്കുക. ബാക്കി കയ്യിലും കാലിലും തലയിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം, ലാളിക്കാം, ഉമ്മ വെക്കാം. കേട്ടല്ലോ നിങ്ങൾ. ഇത് 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അച്ഛനമ്മമാര്, റിലേറ്റീവ്സ്, കുടുംബാംഗങ്ങളും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുട്ടിക്ക് ഡയറക്റ്റ് ലിപ്പിൽ ഉമ്മ കൊടുക്കരുത്. മനസ്സിലായോ? പിന്നെ ഒരു കുടുംബത്തിൽ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുഞ്ഞിൻ്റെ അടുക്കലോട് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കെയർഫുൾ ആയിരിക്കും. നമ്മൾ പുറത്തൊന്നും ചെന്നിട്ട് ആ കൈയോടുകൂടി നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയാൽ തൊട്ട കൈ കൊണ്ട് ഒരിക്കലും നമ്മൾ കുഞ്ഞിനെ വന്ന് എടുക്കത്തില്ല. നമ്മളൊന്ന് മേലി കഴുകിയിട്ടൊക്കെ ആയിരിക്കും. മനസ്സിലായോ? ഇത് വീട്ടിലുള്ളവരോടുള്ള കാര്യമാണ് ഈ ഡോക്ടർ പറയുന്നത്. വീട്ടിലുള്ളവർ എപ്പോഴും കയ്യിലും കാലിലും തലയിലും ഒക്കെ ഉമ്മ കൊടുക്കാം, പക്ഷെ ലിപ്പിൽ ഉമ്മ കൊടുക്കരുത്. സ്വന്തം കുഞ്ഞിന് അമ്മ പോലും അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് 3 വയസ്സ് വരെ. കുട്ടികൾക്ക്, കൊച്ചു കുട്ടികളല്ലേ, അവരുടെ ബോഡിയിലൊന്നും അത്ര അങ്ങോട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കാറുണ്ട്, ഒട്ടുമിക്ക ആളുകളും ഈ ഗർഭിണിയായി കഴിയുമ്പോഴത്തേക്ക്, ഗർഭിണിയല്ല ലൈക്ക് പ്രഗ്നൻസി കുഞ്ഞായി കഴിയുമ്പോഴത്തേക്ക്, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറേ കുട്ടികൾ നേരെ കുട്ടികളെ കൊണ്ടുപോകുന്നു. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ വൈഫ് കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ആ കുട്ടിയെ നേരെ അവൻ കാണുന്നത് 10-20 ദിവസം കഴിഞ്ഞ വെന്റിലേറ്ററിലായിരുന്നു. പിടികിട്ടിയോ? ഇങ്ങനത്തെ കേസസ് ഒരുപാടുണ്ട്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കാണത്തില്ല. സോ വീട്ടിലുള്ളവർ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ പുറത്തുള്ള നമ്മളോ, ഒരു സെലിബ്രിറ്റിയുടെ കുട്ടിയാണ് ഹായ് എന്നും പറഞ്ഞ് നേരെ അതിൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്ന് ഉമ്മ വെക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത്. എനിക്കത് പറയണം. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ത്വര കാണും ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ, സെലിബ്രിറ്റിയുടെ കുഞ്ഞിനെ കാണുമ്പോൾ. പക്ഷേ ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്നൊരു തെറ്റായി പോകും. ഓടിച്ചെന്ന് നമ്മൾ എവിടെയൊക്കെ പോയിട്ടായിരിക്കും ചെല്ലുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. ഇനി വേറെ ഡോക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്, കേൾക്കുക. കുഞ്ഞുവാളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ കുഞ്ഞുവാളെ ഉമ്മ വയ്ക്കാൻ കൊടുക്കല്ലേ. ഇത് പറയാൻ കാര്യം എന്തെന്നോ, കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നൊരു കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവയ്ക്ക് ഏകദേശം 10-38 ദിവസം പ്രായമാണ്. അവർ 28 കെട്ടിയ ശേഷം കുഞ്ഞുവാവയ്ക്ക് കഫക്കെട്ടും ഭയങ്കര ന്യൂമോണിയ ആയിട്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞുവാവയുടെ ചടങ്ങ് നടത്തിയ ശേഷം ഒരുപാട് പേര് കുഞ്ഞിനെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഡോക്ടറെ കൊടുക്കാതിരിക്കുന്നത്, എല്ലാവരും പിണങ്ങില്ലേന്ന്. അപ്പം നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഈ ഒരു സീസണിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പനികളുണ്ട്. പലർക്കും അസുഖം ഉണ്ടാവില്ല, എടുക്കുന്നവർക്ക് ചിലപ്പോൾ പനിയൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ അവർ ആ വൈറസിനെയോ ബാക്ടീരിയയോ ഒക്കെ കാരിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാതെ ആൾക്കാരുടെ ഉള്ളിൽ വൈറസോ ബാക്ടീരിയോ ഒക്കെ ഉണ്ടായിരിക്കും, ഇൻഫെക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ ചുണ്ടിലായാലും കവിളിലായാലും നെറ്റിയിലായാലും എവിടെ ആണെങ്കിലും കുഞ്ഞു അവളെ കയ്യിലെടുത്ത് നമ്മൾ ഒരുപാട് നേരം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ കുഞ്ഞിന് കിട്ടും. അപ്പോൾ ഈ കുഞ്ഞിന് നല്ല ന്യൂമോണിയായി അവസാനം അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉമ്മ വയ്ക്കാൻ കൊടുക്കാതിരിക്കുക, അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. കുഞ്ഞുങ്ങളെ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൈ ഇരുന്ന് നമുക്ക് കണ്ടാൽ പോരെ. കുഞ്ഞുങ്ങളെ എടുത്ത് എന്തിനാണ് ഉമ്മ വയ്ക്കുന്നത്? ഉമ്മ വയ്ക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കില്ലേ? പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച്. മനസ്സിലായോ?
ചിലപ്പോൾ ചില ആളുകൾ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം കമന്റ് ബോക്സിൽ, എനിക്കൊരു അസുഖവും ഇല്ല, അപ്പോൾ പിന്നെ ഞാൻ പോയി ഒരു സെലിബ്രിറ്റിയുടെ കുഞ്ഞിനെ കാണുമ്പോൾ എടുത്തൊരു ഉമ്മ കൊടുക്കുന്നതിന് എന്താ തെറ്റ് എന്ന് ചോദിച്ചേക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളൊരു കാരിയർ ആയിരിക്കാം എന്തെങ്കിലും ഒരു ബാക്ടീരിയയുടെ വൈറസിൻ്റെ ഒക്കെ, മനസ്സിലായോ? ചിലപ്പോൾ അത് നമ്മളെ അഫക്റ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല, നമ്മൾ വഴി ചിലപ്പോൾ വേറൊരു ആൾക്കായിരിക്കും അത് പാസ്സായിട്ട് പോകുന്നത്, നമുക്ക് ചിലപ്പോൾ അഫക്റ്റ് ആവത്തില്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരാളായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് അത്ര ഇമ്മ്യൂണിറ്റി കാണില്ല, അവർക്കത് പെട്ടെന്ന് അവരുടെ ബോഡിയിലോട്ട് കയറി അങ്ങ് പിടിക്കും. കുട്ടികൾക്ക് പനി വരാം, ന്യൂമോണിയ ആവാം, മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നോക്കണം. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു, ദിയാകൃഷ്ണ ആ പെൺകുട്ടി എഴുതിയിട്ടിരിക്കുന്നത് അത് തെമ്മാടിത്തരം തന്നെയാണ്, അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ദിയാകൃഷ്ണ ആ കുടുംബം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നത് ഒരു അഹങ്കാരികളുടെ കുടുംബം എന്നാണല്ലോ എന്നും പറയപ്പെടുന്നത്. കാരണം അങ്ങനെയുള്ള പരിപാടികളാണ് മിക്കപ്പോഴും കാണിക്കാറുള്ളത്. എനിക്ക് തോന്നുന്ന ആ ഇളയ 2 പെൺപിള്ളേർ അവർ മാത്രം അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സിയിലും വന്ന് ചാടിയിട്ടില്ല. അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ നീറ്റായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഓരോ ആൾക്കാരോട് ഇടപഴകുന്നതും ഒക്കെ. പക്ഷെ ഒരിക്കൽ പോലും ഈ ദിയാകൃഷ്ണനെ അത്ര നീറ്റായിട്ടുള്ള ആൾക്കാരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഒരു റൈറ്റിംഗ് വായിൽ നിന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിലും ബോറായേനെ, ചിലപ്പോൾ നന്നായേനെ, പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ എഴുത്തിൽ പോലും ഒരു അഹങ്കാരം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ, നിങ്ങൾ പറ. എനിക്കങ്ങനെ വലിയ അഹങ്കാരമായിട്ടും തോന്നിയില്ല. പിന്നെ എല്ലാവരും പറയുമ്പം ശരിയാ, ഇത് എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു തോട്ട് വരാറുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ എഴുത്ത് ശരിയല്ല, അത്ര ഞാൻ പറയുള്ളൂ. പറഞ്ഞ് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, കുട്ടികളെ അനാവശ്യമായിട്ട് എടുത്ത് ഉമ്മ വെക്കരുത്, കറക്റ്റാണ്. പക്ഷെ അതിലേക്ക് ആ കുട്ടി എത്തിക്കാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് ഉണ്ടാക്കരുത്, പിടിക്കരുത്, അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാക്കിയവർ മാത്രമേ എടുത്തു, ആ പരിപാടി ഉണ്ടല്ലോ, യോജിക്കാൻ പറ്റില്ല, ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കുട്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരൊറ്റ വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഒരു ഡോക്ടറും കൂടെ പറയുന്ന ഒരു കാര്യം, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്ക്. ചെറിയ കുട്ടികളെ കയ്യിലെടുക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഉമ്മ കൊടുക്കാറില്ലേ? എന്നാൽ പലരും കൂടുതൽ സ്നേഹം അവരെ കുട്ടികളൊക്കെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ചെവിയിൽ ഉമ്മ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അമ്മമാരും വളരെ സ്നേഹത്തോടു കൂടി കുഞ്ഞിനെ ചെവിയിൽ ഉമ്മ വയ്ക്കുകയും കയ്യിലെടുത്ത് ലാളിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്കും ചെവിയിൽ ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണ്, കാരണം കുട്ടികൾ വളരെയേറെ സന്തോഷിച്ച് ചിരിക്കുന്നത് കാണാം. ഈ ചിരി കാണുന്നതിന് വേണ്ടി വളരെയേറെ ഡീപ്പായിട്ട് ചെവിയിൽ ഉമ്മ കൊടുക്കാറുമുണ്ട്. എന്നാൽ ചെവിയിൽ ഉമ്മ കൊടുക്കുന്നത് കുട്ടികളെ അവരറിയാതെ നിങ്ങൾ അവരുടെ കാത് കേടുവരുത്തുന്ന, ബധിരന്മാരാക്കുന്ന, കേൾവി തകരാറ് സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. നമ്മുടെ ചെവിക്കകത്ത് നമ്മൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് 3 പ്രധാനപ്പെട്ട എല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നാണ് ഇതിന്റെ പേര്. ഈ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ എല്ലുകൾ. ചെറിയ കുട്ടികൾക്കകത്ത് വളരെ ചെറിയ, കടുകുമണിയുടെക്കാൾ ചെറിയ വലിപ്പത്തിലുള്ള കുഞ്ഞു എല്ലുകളായിരിക്കും ചെവിക്കകത്ത് ഉണ്ടായിരിക്കുക. നിങ്ങൾ ചെവിയിൽ ഉമ്മ നൽകുന്ന സമയത്ത് ചെവിയിൽ ഫോഴ്സ്ഫുള്ളി ഒരു സക്ഷൻ ഫ്രോസ് ആണ് നൽകുന്നത്. പലരും ഉമ്മ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കാറ്റിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക വഴിക്ക് ചെവിക്കകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അത് ചെവിക്കകത്തുള്ള കർണപടമില്ലേ, ടിംബാനം, അതൊന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിനും ചെവിക്കകത്ത് ഒരു ലോ പ്രഷർ വരുന്നതിനും കാരണമാകും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? കുഞ്ഞു കുട്ടികളുടെ ചെവിക്കകത്തുള്ള ഈ ചെറിയ എല്ലുകൾക്ക് സാരമായിട്ടുള്ള തകരാറ് സംഭവിക്കുകയും പലപ്പോഴും കുട്ടികൾക്ക് കേൾവി തകരാറുണ്ടാകുകയും ചെയ്യും. കുഞ്ഞു കുട്ടികൾക്ക് ജനിക്കുമ്പോൾ കേൾവി പരിശോധിക്കാറുണ്ട്. എന്നാൽ കുട്ടികൾ വളരുന്ന സമയത്ത് കേൾവി ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ടോ എന്ന് പലരും നോക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. കേൾവി ഇല്ലാതായി കുറേ നാൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോക്ലിയർ ട്രോമ കിസ് ഡിസീസ് എന്നാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്ന പേര്. ഇത്തരത്തിൽ ഒരു പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടിയെ ലാളിച്ചോളൂ, സ്നേഹിച്ചോളൂ. കഴിയുന്നത്ര ചെവിയുടെ പരിസരത്ത് ഉമ്മ കൊടുക്കാതിരിക്കുക. ഇത് എല്ലാ അമ്മമാരുടെയും കുഞ്ഞു കുട്ടികളുള്ള എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് പബ്ലിക്കിൽ വെച്ച് ചില കുട്ടികളെ കയ്യിലോട്ട് അങ്ങോട്ട് എടുത്തിട്ട് ചെവിയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചില ആളുകൾ ഉമ്മ വെക്കുന്നത്. പാരൻസും ചെയ്യുമായിരിക്കും, കേട്ടല്ലോ. ചില ഉമ്മകൾ കുട്ടികളുടെ ചെവി, പ്രത്യേകിച്ച് ഈ 3 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ കേൾവി ശക്തിയെ വരെ ബാധിച്ചേക്കാം, മനസ്സിലായോ? അപ്പോൾ ഉമ്മ ചില രീതിയിൽ ഉമ്മ നല്ലതാണ്, ഒരു സ്നേഹം, നമ്മുടെ ഇമോഷൻ കാണിക്കുന്ന ഒരു ഫോം ആണല്ലോ ഉമ്മ. പക്ഷെ കുട്ടികളുടെ അടുക്ക് അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസിൻ്റെ കുട്ടികളെ കാണുമ്പോൾ ഓടിപ്പോയി എടുക്കാതിരിക്കുക. വല്ലതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആജീവനാന്തം കേൾക്കേണ്ട വരും. പിന്നെ ഉന്നുമോളെ ദിയ കൃഷ്ണ എഴുതുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ എഴുത്, മനസ്സിലായോ? ഉണ്ടാക്കിയവർ മാത്രം ഉമ്മ വെച്ചാൽ മതി, ഇങ്ങനത്തെ തരം താണ് പോകാതെ നീ. ആ കുടുംബത്തിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് നീ എന്ന് പലപ്പോഴും നീ തെളിയിച്ചിട്ടുണ്ട്. വീണ്ടും അത് തെളിയിക്കാൻ ഇറങ്ങാതെ പറയേണ്ട പോയിന്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോകും. നല്ല കാര്യമാണ് പറഞ്ഞത്.
പക്ഷെ അതിനുവേണ്ടി നീ പോകുന്ന വഴി എഴുതി പോകുന്ന ആ രീതി ഉണ്ടല്ലോ, തെമ്മാടിത്തരമാണ്. മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.